Hi students, നമുക്കറിയാം നമ്മൾ എക്സാം എഴുതുമ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലേ? കഴിഞ്ഞ മുന്നത്തെ വർഷം ചോദിച്ച അതുപോലത്തെ അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് പാറ്റേൺസ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മെഷർമെന്റ്സ് ആൻഡ് യൂണിറ്റ്സ്, അളവുകളും യൂണിറ്റുകളും എന്നുള്ള ചാപ്റ്റർ എന്നുള്ള ചില പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നോക്കാം എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Classify the physical quantities given in the bracket as fundamental quantities and derived quantities. ബ്രാക്കറ്റിൽ നൽകിയിരിക്കുന്ന ഭൗതിക അളവുകളെ അടിസ്ഥാന അളവുകളായും വ്യുൽപ്പന്ന അളവുകളായും തരംതിരിക്കുക. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഏഴെണ്ണം നമുക്കറിയാം. സോ ലെങ്ത് ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ്. പിന്നെയോ മറ്റുള്ള വസ്തുക്കളിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത്, അതായത് ഇൻഡിപെൻഡന്റ്ലി എക്സിസ്റ്റ് ചെയ്യുന്ന ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് നമ്മൾ വിളിക്കും ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ഓക്കെ, ലെങ്ത് ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ്, മാസ് ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ്, ഡെൻസിറ്റി ആൻഡ് ഏരിയ ആർ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. ഓക്കെ, ലെങ്ത്തും മാസും അടിസ്ഥാന യൂണിറ്റുകളാണ്, അടിസ്ഥാന അളവുകളാണ്. ഡെൻസിറ്റിയും ഏരിയയും എന്താണ് നമ്മളെ വ്യുൽപ്പന്ന അളവുകളാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെലക്ട് ദ മോസ്റ്റ് സ്യൂട്ടബിൾ യൂണിറ്റ് ഫ്രം ദ ഗിവൺ ക്വാണ്ടിറ്റീസ് ടു എക്സ്പ്രസ് ഡിസ്റ്റൻസ് ടു സോളാർ പ്ലാനറ്റ്സ്. നമുക്കറിയാം ഇന്റർസ്റ്റെല്ലാർ ഡിസ്റ്റൻസസ്, നമ്മളെ സണ്ണിന്നും ചന്ദ്രനും ഒക്കെ ഇന്റർസ്റ്റെല്ലാർ ഡിസ്റ്റൻസസ് പറയുമ്പോൾ, ഭൂമിയിൽ നിന്ന് സണ്ണിലോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ രണ്ട് സ്റ്റാർസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒക്കെ നമ്മൾ പറയുമ്പോൾ വലിയ യൂണിറ്റ്സ് വേണം. ഓക്കെ, മീറ്ററും കിലോമീറ്ററും നാനോമീറ്ററും നമുക്ക് നടക്കില്ല. ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ് പറയാ. 150 മില്യൺ കിലോമീറ്റേഴ്സ്. ഓക്കെ, എർത്തും സൂര്യനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഇത്, 150 മില്യൺ കിലോമീറ്റേഴ്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 1 millimeter is the least count of a meter scale. What do you mean by least count? Okay, എന്താണ് least count എന്നാണ് ചോദ്യം. എന്താ least count? ഒരു ഇൻസ്ട്രുമെന്റ് കൊണ്ട് യൂസ് ചെയ്തിട്ട് അളക്കാൻ പറ്റിയ ഏറ്റവും ചെറിയ മെഷർമെന്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് least count. Okay, the least measurement which can be measured using an instrument. Okay, അതാ വേർഡ്സിൽ അങ്ങ് എഴുതി വെക്കണം. അടുത്തത്, arrange the following units in ascending order of the values. അതായത് ചെറിയ യൂണിറ്റിനെ മൂല്യങ്ങളുടെ ആരോഹണ ക്രമത്തിൽ, അതായത് ചെറിയ യൂണിറ്റിനെ വലിയ യൂണിറ്റിലോട്ട് ഇത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. മില്ലിമീറ്റർ, കിലോമീറ്റർ, നാനോമീറ്റർ, സെന്റിമീറ്റർ. വളരെ ഈസിയാണ്. നാനോമീറ്റർ ആണ് നമ്മൾ ആദ്യം പിടിക്കേണ്ടത് അല്ലെ? നാനോമീറ്റർ ചെറിയ യൂണിറ്റ്. നമ്മൾ ബയോളജിയിലൊക്കെ സെൽസിന്റെ ലെങ്ത് ഒക്കെ പറയുമ്പോൾ അല്ലെ, നാനോമീറ്റേഴ്സ്. പിന്നെ നമുക്കറിയാം നമ്മൾ മില്ലിമീറ്റേഴ്സ് ആണ്. ബാക്കിയെല്ലാം വളരെ ഈസിയാണ്. മില്ലിമീറ്റേഴ്സ്, പിന്നെ സെന്റിമീറ്റർ, പിന്നെ കിലോമീറ്റേഴ്സ്. ഇനി മൈക്രോൺ ഉണ്ടെങ്കിൽ നമ്മൾ എവിടെ ഉൾപ്പെടുത്തും? മൈക്രോൺ ഉണ്ടെങ്കിൽ നമ്മളെ നാനോമീറ്റർ ആണ് മൈക്രോണേക്കാളും ചെറുത്. നാനോമീറ്റർ, മൈക്രോമീറ്റർ, ഓക്കെ, പിന്നെയോ മില്ലിമീറ്റർ, സെന്റിമീറ്റർ, കിലോമീറ്റർ, അങ്ങനെ വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ചോദ്യത്തിനനുസരിച്ച് ആൻസർ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ റിലേഷൻ ഫ്രം ദ ഫസ്റ്റ് പെയർ. അതായത് നമ്മളെ പദജോഡികൾ പൂരിപ്പിക്കാനാണ്, മലയാളം മീഡിയത്തിലുള്ളൂ അല്ലേ? ഈസിയാണ്. ആക്സിലറേഷൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഡെൻസിറ്റിന്റെ യൂണിറ്റ് എന്താണെന്ന് ചോദ്യം. ഡെൻസിറ്റി എന്താണ്? മാസ് ബൈ വോളിയം. മാസ് ഡിവൈഡഡ് ബൈ വ്യാപ്തം. മാസിന്റെ യൂണിറ്റ് എന്താ? കിലോഗ്രാം. ഡിവൈഡഡ് ബൈ വ്യാപ്തത്തിന്റെ യൂണിറ്റ് എന്താ? മീറ്റർ ക്യൂബ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്യൂട്ടബിളി മാച്ച് ദ ടേംസ് ഗിവൺ ഇൻ കോളം എ ബി സിയിലുള്ള കോളം മാച്ച് ചെയ്യാൻ ഡെൻസിറ്റിന്റെ എന്താണ്? ഡെൻസിറ്റിന്റെ ഇക്വേഷൻ എന്താ? മാസ് ബൈ വോളിയം. നമ്മൾ ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ, മാസ് ബൈ വോളിയം. കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് യൂണിറ്റ്. ഓക്കെ, ഇവിടെ നമ്മളെ ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഇവിടെ ഇക്വേഷൻ, ഇവിടെ യൂണിറ്റ്. വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. നിങ്ങൾക്ക് മുന്നേ പഠിക്കാണ്ടേനു, ഇത് മുന്നത്തെ ക്വസ്റ്റൻ ആണ്. ഓക്കെ, സോ ഇപ്പൊ സ്പീഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. സ്പീഡ് എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം, മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഇതൊരു ഡയറക്ഷനുള്ള ക്വാണ്ടിറ്റി ആണ്. ആക്സലറേഷൻ എന്താണ്? വെലോസിറ്റി ബൈ ടൈം ആണ്. അഗെയിൻ ഇത് മുന്നേ പഠിക്കാണ്ടിരുന്നു, ഇപ്പൊ നിങ്ങൾ ബോർഡ് എക്സാമിന് പഠിക്കുന്നില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ബേസ്ഡ് ഓൺ ദ ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി ലെങ്ത് റൈറ്റ് ഡൗൺ ദ ആൻസേഴ്സ് ടു ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഇൻ വിച്ച് യൂണിറ്റ് ഈസ് ദ തിക്നെസ് ഓഫ് പ്ലാസ്റ്റിക് ക്യാരി ബാഗ്സ് എക്സ്പ്രസ്ഡ്? എന്തിലാ? മൈക്രോൺ. ഓക്കെ, മൈക്രോൺ. ഓക്കെ, ഇനിയോ ഹൗ മെനി കിലോമീറ്റേഴ്സ് മേക്ക് വൺ ആസ്ട്രോണമിക്കൽ യൂണിറ്റ്? നമ്മൾ പറഞ്ഞു 150 മില്യൺ കിലോമീറ്റേഴ്സ്. ഓക്കെ, ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എത്ര കിലോമീറ്റർ ആണെന്നാണ് ചോദ്യം. 150 മില്യൺ കിലോമീറ്റേഴ്സ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. the യൂണിറ്റ് ഓഫ് വോളിയം ഈസ് മീറ്റർ ക്യൂബ്. ആയിക്കോട്ടെ. why is it is called ഡിറൈവ്ഡ് യൂണിറ്റ്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണ് വോളിയം. കാരണം എന്താ? അത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി അല്ല. ഇറ്റ് cannot be expressed independently. it is derived from other fundamental quantity. ഓക്കെ, അതിന് സ്വതന്ത്രമായിട്ട് നിൽക്കാൻ പറ്റില്ല. അത് ബാക്കിയുള്ള ഫണ്ടമെന്റൽ അടിസ്ഥാന യൂണിറ്റുകളിൽ നിന്നും നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. ഓക്കെ, വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് ടൈം? സെക്കൻഡ്. ഓക്കെ, അതൊക്കെ ഒരു ചോദ്യമാണ്. ഓക്കെ, വളരെ ഈസിയാണ് നമ്മുടെ ബോർഡ് എക്സാമിന്റെ ക്വസ്റ്റ്യൻസ്. ഇതൊന്നും കൂടുതൽ പേടിക്കാനൊന്നുമില്ല. ഓക്കെ, ഇനി ചോദ്യം എന്താ? സി ദ ഫിഗർ ലീസ്റ്റ് കൗണ്ട് ഓഫ് മീറ്റർ സ്കെയിൽ ഈസ്. മീറ്റർ സ്കെയിലിന്റെ ലീസ്റ്റ് കൗണ്ട് എത്രയാ? മീറ്റർ സ്കെയിൽ നിങ്ങൾ നോക്കിയാൽ അവിടെ നോക്കിയാൽ മനസ്സിലാവും. നോക്ക്, ഇതൊരു മീറ്റർ സ്കെയിലാന്ന് വിചാരിച്ചോ, ഒരു മീറ്ററിലുള്ള. ഓക്കെ, അതിൽ എന്തുണ്ടാവും?
എന്തുണ്ടാവും അതിൽ സെന്റിമീറ്റേഴ്സ് ഉണ്ടാവും അല്ലേ? സെന്റിമീറ്റേഴ്സ് 1 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ അങ്ങനെ 100 സെന്റിമീറ്റർ ആണ് ഒരു മീറ്റർ. പക്ഷേ സെന്റിമീറ്റർ അല്ല എന്താണ് ലീസ്റ്റ് കൗണ്ട്. സെന്റിമീറ്റർ തന്നെ നമ്മൾ 10 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, 10 മില്ലിമീറ്ററുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 10 മില്ലിമീറ്റർ ഈക്വൽ ടു 1 സെന്റിമീറ്റർ. അപ്പോൾ അതിന്റെ ലീസ്റ്റ് കൗണ്ട് എത്രയാ? അതുകൊണ്ട് മെഷർ ചെയ്യാൻ പറ്റിയ ഏറ്റവും ചെറിയ യൂണിറ്റ് ഏതാ? 1 മില്ലിമീറ്റർ. ചെറിയ മെഷർമെന്റ് 1 മില്ലിമീറ്റർ. ഓക്കെ, ഇനി എ ബി ഇവിടെ ഇതാണ് എ എന്ന് വെച്ചോ, അതാണ് ബി എന്ന് വെച്ചോ. ഓക്കെ, എ നിന്ന് ബിയിലോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാ? എ 3 സെന്റിമീറ്റർ ആണ്, ബി 7 സെന്റിമീറ്റർ ആണ്. സോ 7 - 3 4 സെന്റിമീറ്റർ ആണെന്ന് വിചാരിച്ചോ. ഓക്കെ, 4 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് മില്ലിമീറ്ററിൽ എക്സ്പ്രസ് ചെയ്യാനാണ് പറഞ്ഞത്. 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10 മില്ലിമീറ്റർ ആണ്. സോ 4 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 40 മില്ലിമീറ്റർ ആണ്, അല്ലെങ്കിൽ 40 മില്ലിമീറ്റർ ആണ്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, which among the following is a derived quantity? Mass, displacement, volume, temperature. വോളിയം മറന്നു വരുത്. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം, ഡിസ്പ്ലേസ്മെന്റ് യൂണിറ്റ് മീറ്റർ, ടെമ്പറേച്ചർ യൂണിറ്റ് കെൽവിൻ, SI യൂണിറ്റ് മറന്നു വരുത്, കെൽവിൻ. ഓക്കെ, ഡിഗ്രി സെൽഷ്യസ് എന്ന് എഴുതരുത്. ലൂമിനസ് ഇന്റൻസിന്റെ യൂണിറ്റ് കാൻഡല, amount of substance യൂണിറ്റ് മോൾ, കറന്റ് യൂണിറ്റ് ആംപിയർ. ഓക്കെ, ബാക്കി ലെങ്ത്, ടൈം, ടെമ്പറേച്ചർ ഒക്കെ നമുക്ക് അറിയുന്നതാണ്. ഓക്കെ, അടുത്തത്, find the density of an object of mass 60 kg having length 5 meter, width 3 meter and height 2 meter. ഡെൻസിറ്റി ആണ് ചോദിച്ചിട്ടുള്ളത്. ഡെൻസിറ്റിന്റെ ഇക്വേഷൻ എന്താ? മാസ് ബൈ വോളിയം. മാസ് ബൈ വോളിയം. മാസ് എത്രയാണുള്ളത്? 60 കിലോഗ്രാം. സോ നമുക്ക് കിലോഗ്രാമിലാണ്, ഗ്രാമിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റണേനു 10⁻⁻2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണേനു. ഇവിടെ 60 കിലോഗ്രാം SI യൂണിറ്റ് ആണ്, കിലോഗ്രാമിലാണ് തന്നിട്ടുള്ളത്. ഡിവൈഡഡ് ബൈ വോളിയം. വോളിയം എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ലെങ്ത് എത്രയാ? 5 മീറ്ററിലാണ്, മാറ്റേണ്ട ആവശ്യമില്ല. ബ്രെഡ്ത്ത് 3 മീറ്റർ, മീറ്ററിലാണ്, മാറ്റേണ്ട ആവശ്യമില്ല. ഹൈറ്റ് 2 മീറ്റർ, മീറ്ററിലാണ്, മാറ്റേണ്ട ആവശ്യമില്ല. സോ 60 ഡിവൈഡഡ് ബൈ 5 × 3 15, 15 × 2 30. ഓക്കെ, ആൻസർ വരും 2 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഓക്കെ, ഇതൊക്കെ എഴുതുമ്പോൾ നിങ്ങൾ എന്ത് മറക്കരുതേ, യൂണിറ്റ് എഴുതാൻ മറന്നു പോകരുതേ. 2 കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് ഇടണം. കിലോഗ്രാം സ്മോൾ ലെറ്ററിലാവണം, മീറ്റർ ക്യൂബ് സ്മോൾ ലെറ്ററിലാവണം. ലോസ് അല്ലെങ്കിൽ റൂൾസ് ഓഫ് റൈറ്റിംഗ് യൂണിറ്റ്സ് അതും കൂടി നിങ്ങൾ ആലോചിച്ചിട്ട് പോകണം. ഓക്കെ, സയന്റിസ്റ്റിന്റെ നെയിം എന്നാണ് ഉണ്ടായതെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ എഴുതണം. ഫോർ എക്സാമ്പിൾ ന്യൂട്ടൺ, ആംപിയർ, ഓക്കെ, കെൽവിൻ. ഓക്കെ, ഇതൊക്കെ നമ്മൾ സയന്റിസ്റ്റിന്റെ പേരിൽ എടുത്തിട്ടുള്ള അവരെ സ്മരണാർത്ഥം കൊടുത്തിട്ടുള്ള യൂണിറ്റ്സ് ആണ്. സോ വി റെപ്രസെന്റ് ഇറ്റ് ദം ആസ് ക്യാപിറ്റൽ ലെറ്റേഴ്സ്. മീറ്ററും സെക്കൻഡ് ഒന്നും എന്തല്ല സയന്റിസ്റ്റിന്റെ പേരെന്നല്ല. സോ വി റെപ്രസെന്റ് ഇറ്റ് ആസ് സ്മോൾ ലെറ്റേഴ്സ്. ഓക്കെ, സോ വളരെ ഈസിയാണ്. കുറച്ച് PYQs ആണ് നമ്മളിവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ബോർഡ് എക്സാമിന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ചാപ്റ്റർ ആണ്. എല്ലാവരും ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്.